ഹലോ ഹായ്, എല്ലാവർക്കും സുമീസ് ക്രാഫ്റ്റ് വേയിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഹെയർ ബോയ് ആണ്. ഇതിന് ഒരുപാട് ആക്സസറീസിൻ്റെ ആവശ്യമൊന്നുമില്ല. രണ്ട് ആക്സസറീസാണ് നമുക്ക് മെയിനായിട്ട് ആവശ്യം. ഒരു നെറ്റ്, അത് ലേസ് ആയാലോ നെറ്റ് ആയാലോ കുഴപ്പമില്ല. ഒന്ന് നമ്മുടെ സാറ്റിൻ റിബൺ. അപ്പോൾ ഇത് രണ്ടും നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നമ്മളിത് ചെയ്യുമ്പോൾ നമുക്കിതിൻ്റെ ഫോൾഡിംഗ് ആണ് ആദ്യം. അപ്പോൾ ഞാൻ ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ 4 തം ഫിംഗർ പോയിട്ടുള്ള 4 ഫിംഗറിനെ എടുത്ത് അതിൽ 3 പ്രാവശ്യം റൊട്ടേറ്റ് ചെയ്താണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് എളുപ്പമാണ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ. എന്നിട്ട് അത് സെൻറ്ററിൽ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. സ്റ്റിച്ച് ചെയ്തിട്ട് അതിനെ നന്നായിട്ടൊന്ന് ടൈ ചെയ്യണം. കാരണം ഇതിന് നമ്മൾ സെൻറ്ററിൽ നമ്മൾ വേറെ കവറിങ് ഒന്നും കൊടുക്കുന്നില്ല. സാറ്റർ വണിച്ച് വേറെ ടൈ ചെയ്യുന്നില്ല. വേണമെങ്കിൽ ടൈ ചെയ്യാം, ഞാനത് ചെയ്തിട്ടില്ല. അതുകൊണ്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നന്നായിട്ട് സ്റ്റിച്ച് കവർ ചെയ്ത് സ്റ്റിച്ച് ചെയ്യുക, അല്ലെങ്കിൽ അത് ഇളകിപ്പോകും. ഇതാണ് മെയിൻ ആദ്യമായിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു ഘട്ടം. എപ്പോഴും നമ്മളതിൻ്റെ സൈഡ് ഉരുക്കിയത് മാറ്റിയില്ലെങ്കിൽ അത് ചീത്തയായി പോകും. അത് പിരിന്നിങ്ങനെ ഇളകി വരും സാറ്റിൻ റിബൺ ആയതുകൊണ്ട്. അപ്പോൾ ഫസ്റ്റ് ഘട്ടം നമ്മളുടെ അത് കഴിഞ്ഞിട്ടുണ്ട്, സാറ്റിൻ റിബൺ. ഇനി അടുത്തത്, ഇത് ശരിക്കും പറഞ്ഞാൽ ലേസ് അല്ല, നെറ്റാണ്. മോളുടെ ഒരു ഡ്രസ്സ് എടുത്തപ്പോൾ ബാലൻസ് വന്ന നെറ്റ് ഞാൻ വെച്ചിരുന്നു, അതാണിത്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ എന്താണുള്ളത് അത് നിങ്ങൾക്ക് വെച്ച് യൂസ് ചെയ്യാവുന്നതാണ്. ഇതിന് പകരം വൈറ്റ് ലേസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. പ്ലെയിൻ നെറ്റ് ആയാലും അതായാലും മതി, നിങ്ങൾക്ക് യൂസ് ചെയ്യാം. പ്ലെയിൻ നെറ്റ് ആണെങ്കിൽ അതിൽ കുറച്ച് ബീഡ്സ് ഒക്കെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അത് നല്ല മനോഹരമായിരിക്കും. അപ്പോൾ ഞാനത് ഇതുപോലെ ഒന്ന് കോർത്തെടുത്തിട്ട് നന്നായിട്ടൊന്ന് ടൈറ്റ് ചെയ്ത് കെട്ടി. അപ്പോൾ ഇത് നമ്മൾ ഇങ്ങനെ എടുക്കുമ്പോൾ ഒരു ഫ്രില്ല് പോലെ നിൽക്കുന്നത് കണ്ടോ. അതിനെ പുറകിൽ ഫസ്റ്റ് സെൻറ്റർ നമ്മൾ ഒട്ടിച്ചു കൊടുക്കണം. അതിനുശേഷം രണ്ട് സൈഡും ആ ഫ്രില്ല് പോലെ അങ്ങനെ എടുത്ത് ആ ഒരു ഭംഗിക്ക് നിൽക്കാനായിട്ട് രണ്ട് സൈഡും നമ്മൾ സാറ്റിൻ റിബണിലോട്ട് ആ ബോയിലേക്ക് വെച്ച് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. അത് നന്നായിട്ട് അല്പം ഗമ്മ് യൂസ് ചെയ്യുക. അപ്പോൾ അത് നന്നായിട്ട് തന്നെ അവിടെ ഒട്ടിയിരിക്കുന്നതാണ്. അടുത്ത് ചെയ്തിരിക്കുന്നതെന്ന് പറയുന്നത്, അടുത്ത് ഇനി സെൻറ്ററിലേക്ക് നമുക്കിനി സെൻറ്ററിൽ എന്താ പറയുക, ഇഷ്ടത്തിന് എന്താണ് പാച്ചസ് വേണമെങ്കിൽ പാച്ചസ് കൊടുക്കാം. നമുക്ക് എന്താണ് ഇഷ്ടമുള്ളത് അത് നമുക്ക് കൊടുക്കാം. ഞാൻ സെൻറ്ററിലേക്ക് ഒരു പാച്ചസ്, ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കൊടുത്തു. ഇതിന് പകരം നിങ്ങൾക്ക് ബീഡ്സ് വേണമെങ്കിൽ കൊടുക്കാം. അതിനുശേഷം പുറകിൽ ഫെൽറ്റ് ഷീറ്റ് കട്ട് ചെയ്ത് ഒട്ടിച്ചു. അതിലേക്കാണ് അലിഗേറ്റർ ക്ലിപ്പ് ഞാൻ പേസ്റ്റ് ചെയ്യുന്നത്. അലിഗേറ്റർ ക്ലിപ്പിന് പകരം സെൻറ്റർ ക്ലിപ്പാണ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അതായാലും മതി. ഞാനിവിടെ 4.5-ൻ്റെ അലിഗേറ്റർ ക്ലിപ്പാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അത് കുറച്ച് ഗ്ലൂ ഗൺ വെച്ച് തന്നെയാണ് ഞാൻ എപ്പോഴും പേസ്റ്റ് ചെയ്യുന്നത്. അതിനുശേഷം ഫ്രണ്ടിൽ 2 ചെറിയ ഫ്ലവേഴ്സ് പോലുള്ളത് കൊടുത്ത് ഞാനതിനെ മനോഹരമാക്കി. നോക്കിയേ, വളരെ ഭംഗിയാണ്, വളരെ ഈസിയുമാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ചെയ്യാൻ ശ്രമിക്കുക. പുതിയൊരു വീഡിയോയുമായിട്ട് കാണുന്നവരെ ബൈ.